ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് റെസ്ട്രിക്ഷൻ മാപ്പിംഗ്. Restriction mapping is a method used to map an unknown segment of DNA by breaking it into pieces and then identifying the locations of the breakpoints. അപ്പോൾ റെസ്ട്രിക്ഷൻ മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞപ്പോൾ എന്നാൽ നമുക്കൊരു സ്പെസിഫിക് ഒരു DNA സീക്വൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് വെച്ചിട്ട് കട്ട് ചെയ്യും. അതിനാണ് റെസ്ട്രിക്ഷൻ ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്യുന്ന ആ ബ്രേക്ക് പോയിൻറ്റ്സിനെ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഓർഗാനിസത്തിൻ്റെ അതിൻ്റെ ജീനോമിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ മാപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് റെസ്ട്രിക്ഷൻ മാപ്പിംഗ് എന്ന് വിളിക്കുന്നത്. This method relies upon the use of proteins called restriction enzymes, which can cut or digest DNA molecules at short specific sequences are called restriction site. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. അത് DNA കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യുകയോ ചെയ്യും അറ്റ് ഷോർട്ട് സ്പെസിഫിക് സീക്വൻസസ്. അതിനെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് വിളിക്കുന്നത്. The discovery of restriction enzyme began with a hypothesis. In 1960s, Werner Arbor observed a dramatic changes in the bacteriophage DNA after it involved at these resistant strains of bacteria. It was degraded and cut into pieces. ഇത് നമ്മൾ സാന്ദ്രയുടെ സെമിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതുമാണ് എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് അതിൻ്റെ ഡിസ്കവറി നടന്നിട്ടുള്ളത് എന്നുള്ളത് ആണ്. അത് ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ ആ ബാക്ടീരിയ അതിനെ സെൽഫ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതായത് ആ ബാക്ടീരിയോഫേജിൻ്റെ DNA അത് പീസാക്കി കട്ട് ചെയ്തിട്ട് ഡീഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ഇതിൽ നിന്നും ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്നുള്ള ഒരു കണ്ടുപിടുത്തത്തിലേക്ക് വന്നത്. ഈച്ച് റെസ്ട്രിക്ഷൻ സൈറ്റ് ഈസ് സ്പെസിഫിക് ഫോർ ആൻ എൻസൈം. ഇതാണ് ഇതിൻ്റെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. The distance between sites are measured as number of base pairs of DNA. For constructing restriction map, molecular markers are prepared, such as RFLP, RAPD. അത്തരത്തിലുള്ള ഒരുപാട് മോളിക്കുലാർ മാർക്കേഴ്സും നമ്മൾ ഈ റെസ്ട്രിക്ഷൻ മാപ്പിൻ്റെ കൺസ്ട്രക്ഷനിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ഒരു റെസ്ട്രിക്ഷൻ മാപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്നുള്ളിടത്ത് ലാഡർ എന്നുണ്ട്. ലാഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസിനായിട്ട് ഉപയോഗിക്കുന്ന ഭാഗമാണ് ഈ ലാഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്കൻഡ് വണ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള DNA ആണ്. അതായത് ടോട്ടൽ ഒരു 700 ബേസ് പെയർ ഉള്ള ഒരു DNA നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി അതിന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ സൈറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ 700 ബേസ് പെയർ ഉള്ള ആ DNA സീക്വൻസിനെ EcoRV വെച്ചിട്ട് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അത് 500 ബേസ് പെയറിലും അതുപോലെ തന്നെ 200 ബേസ് പെയറിലാണ് അത് കട്ടിങ് ഉണ്ടാക്കുന്നത്. അതേ DNA സീക്വൻസ് തന്നെ നമ്മൾ ബാം H1 വെച്ചിട്ട് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അത് 450 ബേസ് പെയർ ന്യൂക്ലിയോടൈഡിനും അതുപോലെ തന്നെ 250 ബേസ് പെയറിലുമാണ് അത് കട്ടിങ് ഉണ്ടാക്കുന്നത്. ഇനി അതേ സെയിം ആയിട്ടുള്ള ജീനോമ് തന്നെ നമ്മൾ EcoRVയും ആൻഡ് ബാം H1 ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് 250 അതുപോലെ തന്നെ 200, 150, 100 ഈ ബേസ് പെയേഴ്സിലാണ് അത് കട്ടിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ സൈറ്റാണുള്ളത്. എല്ലാ എൻസൈമിനും ഒരേ ജീനോം ആണെങ്കിൽ കൂടിയും ഓരോ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു ഓർഗാനിസത്തിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ മാപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ മാപ്പിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PKP1 എന്നുള്ള ഒരു വെക്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള അതിനൊരു റെസ്ട്രിക്ഷൻ മാപ്പാണിത്. അതിൽ ടോട്ടൽ 16,181 ബേസ് പെയർ ആണ് അതിൻ്റെ ജീനോമിലുള്ളത്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും ഇപ്പോൾ ഹിൻഡ് 3 എന്നുണ്ടെങ്കിൽ 1672 ആ ബേസ് പെയറിലാണ് അത് കട്ടിങ് ഉണ്ടാക്കുന്നത്. EcoR1 എന്നുണ്ടെങ്കിൽ 2198 ആ ബേസ് പെയറിലാണ് അത് കട്ടിങ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ സൈറ്റ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ള മാപ്പാണ് നമ്മൾ റെസ്ട്രിക്ഷൻ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ടിങ് റെസ്ട്രിക്ഷൻ മാപ്പിംഗ്. സോ ഫസ്റ്റ് വൺ ആണ് പ്രിപ്പറേഷൻ ഓഫ് DNA ഫോർ റെസ്ട്രിക്ഷൻ അനാലിസിസ്. സെക്കൻഡ് വൺ റെസ്ട്രിക്ഷൻ ഡൈജഷൻ ഓഫ് DNA. തേർഡ് വൺ സെപ്പറേഷൻ ഓഫ് റെസ്ട്രിക്റ്റഡ് DNA. ഫോർത്ത് വൺ കളക്ടിങ് ഡാറ്റ.
ഇനി ഈ റെസ്ട്രിക്ഷൻ മാപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചില എക്സ്പെരിമെൻറ്റ്സിൽ സീക്വൻസിങ് അത്ര ആവശ്യമില്ലാത്ത എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് അത്രയും ഇല്ലാത്ത എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ റെസ്ട്രിക്ഷൻ മാപ്പിംഗ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മേജർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ വെദർ എ ജീൻ ഹാസ് ബീൻ ക്ലോൺഡ് ഇൻ ടു എ പ്ലാസ്മിഡ്. ഒരു പ്ലാസ്മിഡിലേക്ക് നമ്മൾ ഒരു ജീനിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് അതിനോട് ക്ലോൺ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമുക്കറിയാനായിട്ട് സഹായിക്കുന്നത് ഈ റെസ്ട്രിക്ഷൻ മാപ്പാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ വെക്ടേഴ്സിൻ്റെ ഒക്കെ റെസ്ട്രിക്ഷൻ മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെയിം റെസ്ട്രിക്ഷൻ സൈറ്റ് തന്നെയായിരിക്കണം നമ്മൾ എടുക്കുന്ന ഫോറിൻ ജീൻ കട്ട് ചെയ്യാനായിട്ടും. ഫോറിൻ ജീൻ കട്ട് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് ആ സെയിം റെസ്ട്രിക്ഷൻ സൈറ്റുകളായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേജർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. It is a much better technique for relatively short segments of DNA. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് DNA molecule. So there are 3 basic steps involved in DNA extraction or isolation. They are lysis, second one precipitation, third one purification. അപ്പോൾ നമ്മൾ ഒരു റീകോമിനൻ്റ് DNA മോളിക്യൂളിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൽ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് DNA മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റേജസിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഫസ്റ്റത്തെ പ്രോസസ്സാണ് ലൈസിസ് എന്ന് പറയുന്നത്. ഇൻ ലൈസിസ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ സെൽ ആർ ബ്രോക്കൺ ഓപ്പൺ, ദസ് റിലീസിങ് DNA. Lysis is carried out in a salt solution containing detergents to denature proteins or proteases. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ലൈസിസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ നടത്തുന്നത് ഡിറ്റർജൻറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ഈ ടിഷ്യൂസിനെ ട്രീറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇറ്റ് റിസൾട്ട് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് സെൽസ് ആൻഡ് ഡിസോൾവിങ് ഓഫ് മെംബ്രെയിൻസ്. അപ്പോൾ ഈ ഒരു സോൾട്ട് സൊല്യൂഷനിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അത് ആ സെൽസിൻ്റെയും അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻസിൻ്റെയും ഡിസോൾവിങ്ങിന് കാരണമാകും. അങ്ങനെ നമുക്ക് DNA അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. Most plant samples require freezing in liquid nitrogen and subsequently pulverized the tissues to a fine powder. നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനാദ്യം ലിക്വിഡ് നൈട്രജനിൽ വെച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഫൈൻ പൗഡറായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഈ ഡിറ്റർജൻറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സെൽസ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് DNA അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ബോൺസ് ആർ ഹൈലി മിനറലൈസ്ഡ് ആൻഡ് ദ അയൺസ് ഹാവ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ സാമ്പിൾസ് ബിഫോർ എക്സ്ട്രാക്ഷൻ സോ ദേ ഡു നോട്ട് ഇൻ്റർഫിയർ വിത്ത് PCR. ഇനിയിപ്പോൾ നമ്മൾ ആനിമൽ സെൽസൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ബോൺസ് കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യമേ തന്നെ റിമൂവ് ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് PCR ചെയ്യുന്ന സമയത്ത് അതിന് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. Once the samples are partially processed, then they are homogenized in lysis buffer using a mechanical homogenizer. അപ്പോൾ നമ്മൾ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസിനെ ആദ്യം ഈ ഡിറ്റർജൻറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിൽ ഇട്ടിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ ഒരു മെക്കാനിക്കൽ ഹോമോജനൈസർ ഉപയോഗിച്ചിട്ട് ലൈസിസ് ബഫറിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ഹോമോജനൈസർ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും DNAസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് ലൈസിസ് എന്നുള്ള ഒരു പ്രോസസ്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പാണ് പ്രിസിപ്പിറ്റേഷൻ സെപ്പറേറ്റ്സ് ദ ഫ്രീഡ് DNA ഫ്രം ദ സെല്ലുലാർ ഡെബ്രീസ്. ഇപ്പോൾ പ്രിസിപ്പിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെല്ലുലാർ ഡെബ്രീസിൽ നിന്നും DNA മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റേജാണ്. ഇറ്റ് ഇൻവോൾവ്സ് യൂസ് ഓഫ് സോഡിയം അയോൺസ്. They do neutralize any negative charge in DNA molecules, making them less water soluble and more stable. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇപ്പോൾ ലൈസിസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ സോഡിയം അയോൺസിനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കറിയാം DNA എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നെഗറ്റീവ് ചാർജുള്ള മോളിക്യൂൾസാണ്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ചാർജ് കളഞ്ഞ് അതിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് അത് ലെസ് വാട്ടർ സൊല്യൂബിളും അതുപോലെ തന്നെ മോർ സ്റ്റേബിളാക്കി മാറ്റുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം അതിലേക്ക് ആൽക്കഹോൾ, അത് ഐസോപ്രൊപ്പനോൾ ഓർ എത്തനോൾ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ DNA പ്രിസിപ്പിറ്റേഷന് കാരണമാകുന്നത്. കാരണം എന്താണ് DNA ആൽക്കഹോളിലെ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ എന്താണ് നമുക്ക് DNAസിനെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
ഇനി തേർഡ് സ്റ്റെപ്പാണ് പ്യൂരിഫിക്കേഷൻ. ആഫ്റ്റർ സെപ്പറേഷൻ ഓഫ് DNA ഫ്രം aqueous സൊല്യൂഷൻ ഇറ്റ് ഈസ് ദെൻ റിൻസ്ഡ് വിത്ത് ആൽക്കഹോൾ, എ പ്രോസസ് നോൺ ആസ് പ്യൂരിഫിക്കേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ആ DNA സൊല്യൂഷനെ അതിനെ ആൽക്കഹോൾ വെച്ചിട്ട് റിൻസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ പ്യൂരിഫിക്കേഷനിലെ റിമൈനിങ് ആയിട്ടുള്ള എല്ലാ സെല്ലുലാർ ഡെബ്രിസിനെയും അൺവാണ്ടഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെയും റിമൂവ് ചെയ്ത് കളയാണ് നമ്മൾ ചെയ്യുന്നത്. Once the DNA is completely purified, it is usually dissolved in water again for convenient storage and handling. അപ്പോൾ നമ്മൾ ഇതിനെ പ്യൂരിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതിനെ വാട്ടറിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ അത് വാട്ടറിൽ ഒരിക്കലും ഡിസോൾവ് ആവില്ല, കാരണം നമ്മളതിനെ ലെസ് വാട്ടർ സൊല്യൂബിളും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്, സോഡിയം അയോൺസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ അതിനെ വീണ്ടും വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഫോർ കൺവീനിയൻറ്റ് സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു, ഇനി അതിനെ സെപ്പറേറ്റ് ചെയ്യണം, സെപ്പറേഷൻ ഓഫ് DNA മോളിക്യൂൾസ്. അപ്പോൾ DNA സെപ്പറേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലബോറട്ടറി മെത്തേഡ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മിക്സ്ചേഴ്സ് ഓഫ് DNA, RNA or proteins according to molecular size. In gel electrophoresis, the molecules to be separated are pushed by an electric field through a gel that contains small poles. ഇലക്ട്രോഫോറസിസിൽ നടക്കുന്ന പ്രൊസീജിയർ നമുക്കറിയാം. നമ്മൾ സാമ്പിൾ ലോഡ് ചെയ്യും, അതിനുശേഷം ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് മോളിക്കുലാർ വെയ്റ്റിനനുസരിച്ചിട്ട് ജെല്ലിൽ നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനോഡിൻ്റെ അവിടേക്ക് അതിൻ്റെ മോളിക്കുലാർ സൈസിനനുസരിച്ചിട്ട് ആ പോറിലേക്ക് കൂടെ മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇത്തരത്തിലെ ഈ DNA മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്മെൻസിന് അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് നമുക്ക് റെഫർ ചെയ്യാനായിട്ട് അതിൻ്റെ സൈഡിൽ അതിൻ്റെ മെഷേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള DNA മോളിക്യൂൾസിനെ നമ്മൾ അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DNAയുടെ ഐസൊലേഷനും അതുപോലെ തന്നെ അതിൻ്റെ സെപ്പറേഷനും ചെയ്യുന്നത്. അപ്പോൾ ഐസൊലേഷനിൽ വരുന്ന 3 സ്റ്റെപ്പാണ് ലൈസിസ്, പ്രിസിപ്പിറ്റേഷൻ, പ്യൂരിഫിക്കേഷൻ. പിന്നെ സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇത് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത്തരത്തിൽ കിട്ടിയിട്ടുള്ള ജെൽ ഇലക്ട്രോഫോറസിസ് വഴി കിട്ടിയിട്ടുള്ള DNA ഫ്രാഗ്മെൻസിനെ എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ട് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ UV ലൈറ്റിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് കാണാം ആ ഫ്രാഗ്മെൻസിൻ്റെ ബേസ് പെയറിൻ്റെ ലെങ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാഗ്മെൻസ് ഏതൊക്കെ ലെങ്ത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ റീകോമിനൻ്റ് DNA ടെക്നോളജിയിലെ 3 ടോപ്പിക്സാണ് നമ്മളിന്ന് നോക്കിയത്. അതിൽ ഫസ്റ്റ് വൺ ആയിരുന്നു ക്രിയേഷൻ ഓഫ് റീകോമിനൻ്റ് DNA മോളിക്യൂൾസ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ മാപ്പിംഗ്, തേർഡ് വൺ ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇത്രയാണ് നമ്മളിന്ന് നോക്കിയത്. താങ്ക് യു.